ഈ ദേശത്തിലെ എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും വേഗം വരുവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ ദേശത്തിലേക്ക് കടന്നു വന്ന മാറ്റമില്ലാത്ത സത്യസുവിശേഷത്തിന്റെ സന്ദേശം കൈമാറുവാൻ സർവകൃപാലുവാകുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ സാവകാശങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള വിലപ്പെട്ട നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയും കേൾവിയും ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി ഞങ്ങൾ ചോദിക്കുക. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് നല്ല വർത്തമാനം എന്നതാണ്. ഈ കാലഘട്ടത്തിൽ നിരവധി വർത്തമാനങ്ങൾ നമ്മളെ വളരെ ഭയത്തിലേക്കും നിരാശയിലേക്കും ഉത്കണ്ഠയിലേക്കൊക്കെ നയിക്കുമ്പോൾ സർവകൃപാലുവാകുന്ന ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യവർഗത്തോട് കൈമാറിയ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ബൈബിൾ ഭാഷയിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം. സൃഷ്ടിയായിരിക്കുന്ന മാനവകുലത്തോട് സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം കൈമാറിയിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്, നല്ല വാർത്ത എന്ന് പറയുന്നത് അത് യേശുവാണ്. യേശു എങ്ങനെ നല്ല വാർത്തയായി തീരും? യേശുവിന്റെ ജനനത്തെ കുറിച്ച് നമുക്ക് ഭൂലോകമൊക്കെയും വളരെ സന്തോഷകരമായി കൊണ്ടാടുന്ന ഒരവസ്ഥയാണ്. യേശു നല്ല വർത്തമാനമായി മാറുമെന്നതിന്റെ തിരുവചന തെളിവുകൾ അവൻ സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുന്ന ദൈവമാണ്. ഈ ലോകത്തിൽ പണമുണ്ട്, പ്രശസ്തിയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, പദവിയുണ്ട്, എത്ര ശ്രേഷ്ഠകരമായ അവസ്ഥകളുണ്ടെന്ന് പറഞ്ഞാലും ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ സമാധാനമില്ലെങ്കിൽ അവർ നരകതുല്യമാകുന്ന ഒരവസ്ഥയിലാണായിരിക്കും. അതുകൊണ്ട് നിരവധി സമ്പന്നന്മാർ, നിരവധി ജ്ഞാനികൾ, കോടീശ്വരന്മാർ അവരുടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ ഒരു കയർമുഴത്തിലോ ഒരു വിഷത്തിന്റെ കുപ്പിയിലോ ഒക്കെ അവർ ജീവിതം അവസാനിപ്പിച്ച നിരവധി അനുഭവങ്ങൾ നമുക്ക് നിലകൾ കണ്ടവരാണ് നാം ഓരോരുത്തരും. കാരണം എന്താണ്? സമാധാനമില്ല. ഒന്നുകിൽ മദ്യപാനം എന്നുള്ള ആ ഒരു ആസക്തി നിമിത്തം കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഐക്യതയില്ല, സമാധാനമില്ല, കയ്പിന്റെ അനുഭവങ്ങൾ, നിരാശയുടെ അനുഭവങ്ങൾ, അങ്ങനെ വിവിധ വിഷയങ്ങൾ നടുവിൽ മനുഷ്യൻ സമാധാനം നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്ക് വഴിമാറുന്ന ഒരു വല്ലാത്ത അനുഭവത്തിലാണ് നമ്മുടെ കാലഘട്ടമായിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൽ സമാധാനമുണ്ട്. യേശു പറഞ്ഞു: ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശുവിൽ സമാധാനമുണ്ട്. നമ്മുടെ ശാരീരികമായ ചില വിഷയത്തിന് നടുവിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ചിലരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് പണത്തിനോ ഇനിയും യാതൊരു അനുഭവങ്ങൾക്കോ അവരുടെ മാരകമാകുന്ന രോഗത്തിൽ നിന്നും ആ വേദനാജനകമാകുന്ന അവസ്ഥയിൽ നിന്നും ഉദ്ധരിക്കുവാൻ ഇനിയും ആർക്കും കഴിയത്തില്ല എന്നുള്ള ആ ഒരു പ്രത്യേക അവസ്ഥയിൽ മരണഭയത്തിനകത്ത് ബന്ധനസ്ഥരായി ജീവിതം അവസാനിപ്പിച്ച് എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് അസമാധാനത്തിലേക്ക് വഴിമാറുന്ന ആരെങ്കിലും ഈ ദേശത്ത് ഈ ശബ്ദത്തെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഈ മധ്യാഹ്നത്തെ ശേഷത്തിലുള്ള സമയം പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നിങ്ങളോട് പറയാനൊരു സന്ദേശമുണ്ട്. യേശുവിൽ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ട്.
യേശുവിനെ ചികിത്സിക്കാൻ, യേശുവിന് ഏത് രോഗത്തിൽ നിന്നും നിങ്ങൾ ഉദ്ധരിക്കുവാൻ കഴിയും? വൈദ്യന്മാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത, ലോകത്തിന് പരിഹരിക്കാൻ കഴിയാത്ത, നിയമപാലകർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഏത് പ്രതിസന്ധിയാകുന്ന അനുഭവങ്ങളാണോ നിങ്ങളെ വേട്ടയാടുന്നത്? നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തി നിരാശയുടെ കൈപ്പടഞ്ഞ അനുഭവത്തിലൂടെ നിങ്ങൾ നീങ്ങിപ്പോകുന്നുവെങ്കിൽ ഈ സന്ദേശം നിങ്ങളോടാണ്. യേശു നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. യേശു പാപത്തിൽ നിന്നും മനുഷ്യരെ വിടുവിക്കുന്നു. യേശു നിത്യരക്ഷ നൽകുന്നു. യേശു നിത്യ സമാധാനം നൽകുന്നു. പണത്തിന് സമാധാനം നൽകാൻ കഴിയത്തില്ല, പണത്തിന് നിത്യരക്ഷ നൽകാൻ കഴിയത്തില്ല, പണത്തിന് പാവത്തിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ കഴിയത്തില്ല, പണത്തിന് ശാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, മറ്റൊരുത്തിന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം അത് യേശുവാണ്. പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്നും എന്നേക്കുമായി ഉദ്ധരിച്ച് നീതീകരിച്ച് നിത്യരക്ഷ നൽകി നിത്യരക്ഷയുടെ നിത്യസ്വർഗീയമാകുന്ന അനുഭവത്തിലേക്ക് മാനവകുലത്തിനെ കരം പിടിച്ച് അവനെ എന്നേക്കുമായി വിടുവിക്കേണ്ടതിനാണ് സാക്ഷാൽ ദൈവമായിരുന്നവൻ ഈ ഭൂമുഖത്തേക്ക് മനുഷ്യപുത്രനായി അവതരിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, താൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ അനുസരണമുള്ളവനായി തീരുവാനിടയായി തീർന്നു. ഇന്ന് പകൽ നിങ്ങൾ സ്നേഹിക്കുന്ന കർത്താവിന്റെ ആ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഇന്ന് പകൽ നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടുകൂടി ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ യേശു നൽകുന്ന സമാധാനം, യേശു നൽകുന്ന വലിയ സ്നേഹം ഇന്ന് വ്യക്തിപരമായി അനുഭവിക്കത്തക്കവണ്ണം സ്വർഗം നിങ്ങളുടെ മേൽ പകരുന്ന നിമിഷങ്ങളാണ്. പാപിയായ മനുഷ്യൻ, എന്താണ് പാപം? ദൈവത്തോടുള്ള അനുസരണക്കേടാണ് പാപം. ദൈവത്തിനെതിരെയുള്ള മനുഷ്യന്റെ പ്രവൃത്തികളാണ് പാപം. ദൈവത്തിനെതിരെയുള്ള മനുഷ്യന്റെ എല്ലാ എതിർപ്രവർത്തനങ്ങളാണ് പാപമെന്ന് നമുക്ക് വിളിക്കുവാൻ സാധിക്കും. പാപം നിമിത്തം മനുഷ്യൻ ശാപത്തിലേക്ക് വഴിമാറുവാനിടയായിത്തീർന്നു. മരണത്തിലേക്ക് മനുഷ്യന്റെ ചരിത്രം എത്തപ്പെടുവാനിടയായിത്തീർന്നു. പാപത്തെക്കുറിച്ച് തിരുവെഴുത്തിങ്ങനെ പറയുന്നു, പ്രധാനമായും ആദാമ്യ പാപം, പിതാക്കന്മാരുടെ പാപം, സ്വന്തം പാപം. ഇങ്ങനെ പാപത്തിന്റെ ഒരു വല്ലാത്ത ബന്ധനത്തിനകത്ത് മനുഷ്യനകപ്പെട്ട് ജീവിതത്തിനകത്ത് യാതൊരു അർത്ഥവുമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെയുള്ള കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, ഈ നിലകളിൽ മനുഷ്യന്റെ മനുഷ്യ സമൂഹം വളരെ അധാർമികത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. ഈ പ്രവൃത്തിയിൽ നിന്നും നല്ലൊരു ജീവിത നിലവാരത്തിലേക്ക് മനുഷ്യനെ മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പരിശ്രമിക്കുന്നുവെങ്കിലും ആ നിലകളിലുള്ള ചിന്തകൾ മനുഷ്യൻ നല്ലത് ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം, കുടുംബത്തിന്, തലമുറകൾക്ക്, സമൂഹത്തിന് നല്ല നിലയിലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കണമെന്ന് മനുഷ്യൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതിന് വിപരീതമായി മനുഷ്യന്റെ സ്വഭാവങ്ങൾ വളരെ ദോഷകരമാകുന്ന പ്രവണതകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ കാരണം എന്താണ്? ഇതാണ് മനുഷ്യരിൽ പാപം എന്നുള്ള ആ അവസ്ഥ മനുഷ്യൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പാപത്തിൽ നിന്നും എങ്ങനെയാണ് മനുഷ്യൻ മോചിതനാകുന്നത്? ഒറ്റ വഴിയുള്ളൂ, അതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കാൽവരി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, ഞാൻ പാപിയാണ്, എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിനാണ് യേശു കർത്താവ് കാൽവറിയിൽ മരിച്ചത്, ആ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, പാപിയായ എന്നെ വിടുവിക്കേണ്ടതിന് യേശു മരിച്ചു എന്ന് വിശ്വസിക്കണം. തീർന്നില്ല, മരണം കൊണ്ട് അവസാനിച്ചതല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. മൂന്നാം നാൾ മരണഭാഷങ്ങളെ അടിച്ച് കല്ലറകളെ തുറന്ന് റോമൻ ഗവൺമെന്റ് നിമ്മീരിയ മുദ്രകളെ പൊട്ടിച്ച് മൂന്നാം നാൾ താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത് തന്നിൽ ആശ്രയിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന, തന്നിൽ പ്രത്യാശിക്കുന്ന, തന്നെ ആരാധിക്കുന്ന തന്റെ മക്കളുടെ അടുക്കിലേക്ക് വരുന്നവനാണ് യേശു കർത്താവ്. ഇന്നും ജീവിക്കുന്നവനാണ് യേശു ക്രിസ്തു.
യേശു ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുവാനിടയായി തീരണം. ആ യേശുവിനെ പരമാർത്ഥ ഹൃദയത്തോടുകൂടി ഈ സായാഹ്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. നീതിക്കായി വാ കൊണ്ട് ഏറ്റുപറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തിരുവെടുത്ത് പറയുന്ന പോലെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകുമ്പോൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകുന്നു. യേശുവിനെ നിങ്ങൾ രക്ഷിതാവും സംരക്ഷിതാവും കർത്താവുമായി നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ അംഗീകരിക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീരും എന്ന് തിരുവെടുത്തു. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. ഇന്നലകളിലുള്ള എല്ലാ ആദാമ്യ പിതാക്കന്മാരുടെ എല്ലാ പാപത്തിൽ നിന്നും, എന്നാൽ എല്ലാ ഇരുളടഞ്ഞ അനുഭവത്തിൽ നിന്നും, എല്ലാ ശാപതുല്യമാകുന്ന അനുഭവത്തിൽ നിന്നും നിങ്ങളൊരു പുതിയ മനുഷ്യനായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ അനുഭവത്തിൽ നിന്നും ഒരു പുതിയ ചരിത്രം യേശുക്രിസ്തുവിലൂടെ ഇന്ന് പകൽ തുറന്നു നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ക്ഷണിക്കുക. ഈ കേൾപ്പിക്കപ്പെട്ട ദൈവിക സന്ദേശത്തിന് മുമ്പിൽ യേശു സമാധാനം നൽകുന്നവനാണ്. യേശു നിത്യ രക്ഷ നൽകുന്നവനാണ്. യേശു നിത്യ ജീവൻ നൽകുന്നവനാണ്. എന്നെ പാപത്തിൽ നിന്നും യേശു വിടുവിക്കുന്നു. അതിനുവേണ്ടിയാണ് യേശു കാൽവറിയിൽ മരിച്ചത്. ആ യേശു ഇന്നും ജീവിക്കുന്നു. ആ യേശു എന്നെ സ്നേഹിക്കുന്നു. യേശുവെ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ഹൃദയത്തെ തരുന്നു. എന്റെ രക്ഷിതാവും എന്റെ സ്വന്തം രക്ഷിതാവും എന്റെ കർത്താവും ഞാൻ അങ്ങ് സ്വീകരിക്കുന്നു എന്ന് ഇന്ന് ഈ സമയത്ത് നിങ്ങൾക്ക് പറയാൻ തയ്യാറാണെങ്കിൽ കർത്താവിന്റെ സ്നേഹവും അനുഗ്രഹവും നിത്യരാജ്യത്തിലേക്കുള്ള നിത്യജീവന്റെ അനുഭവം തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവിന്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ മേൽ പകർന്ന് ദൈവികമാകുന്ന എല്ലാ സ്വസ്ഥതയും സമാധാനവും നൽകി നിങ്ങൾ ദൈവിക അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് ഞാൻ വിരാമമിടും. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.